അപ്പൊ നാളെ നിബിദിനാണ്. അപ്പൊ നിബിദിനായതുകൊണ്ട് അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ആലോചിച്ചിട്ട് തിന്നിട്ട് ഇറങ്ങിയില്ല. ആണപ്പാ? ആണോ? അങ്ങനെ ബലൂൺ വീർപ്പിക്കൽ, ബലൂൺ പൊട്ടിക്കൽ മത്സരം അല്ലേ? അപ്പൊ അങ്ങനെ ഫൈനൽ ലുക്കിലോട്ട് നമ്മൾ ഫുള്ള് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്, സൂപ്പർ ആയിട്ട് കേട്ടാ. നാളെ നബിദിനാണ്. അഡ്വാൻസ് നബിദിന ആശംസകൾ. അതെ, എല്ലാവർക്കും നബിദിന ആശംസകൾ. അതെ. നമ്മുടെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പൊ നാളെ നബിദിനാണ്. അപ്പൊ നബിദിന ആയതുകൊണ്ട് അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ ഇതാ ഉപ്പ ഇവിടെ ഉണ്ട്. ഹായ്. ഇക്ക ഇവിടെ ഉണ്ട്. ഹായ്. ഉമ്മ ഇവിടെ ഉണ്ട്. എന്താ ഹായ് തരാത്ത്? ഹായ്. അപ്പോൾ ഒക്കെ അതിൻ്റെതായ തിരക്കിലാണ്. നമ്മളിങ്ങനെ നിബിദിനത്തിന് വേണ്ടിയുള്ള കുറച്ച് അരങ്ങുകളും കാര്യമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇക്കയും ഞാനും ഉപ്പയും കൂടിയിട്ടൊക്കെ സെറ്റാക്കാണ് കേട്ടോ. കണ്ടല്ലേ, എന്താ സംഭവം അരങ്ങൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിയിട്ട് ഇനി സെറ്റപ്പ് ആക്കണം. പിന്നെ ഇക്കതാ വേറൊരു പരിപാടി മാല കോർക്കുന്നുണ്ട് നബിദിനാശംസകളുണ്ട് അല്ലേ? നമ്മള് കുറച്ച് ലേറ്റ്, നിങ്ങൾ വിചാരിക്കും എന്താ ഈ തലേ ദിവസമൊക്കെ ചെയ്യണമെന്ന്. എന്താ സംഭവിച്ചാല് ഉപ്പാക്കും ഉമ്മാക്കും ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പുറത്തേക്ക് തന്നെ പോകണം. അപ്പൊ അവര് ഇപ്പൊ 4 മണി 5 മണിയൊക്കെ ആകുമ്പോ എത്തിയത്. കുറച്ച് നേരം വൈകിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് ബിരിയാണി ഒക്കെ പഠിച്ചിട്ട് വന്നിക്ക. നല്ല മഴ കൊണ്ട് വന്നു. കുക്കുംബർ ഗൈസ്. മഴ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പൊ അതിന്റെ ഇടയില് ഇവരൊക്കെ മഴ കൊണ്ടിട്ടാ വന്ന കല്യാണം കഴിഞ്ഞിട്ട്. നിക്കാൻ പോലും പറ്റിയില്ല, കാരണം നബിദിനവും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. അപ്പൊ പിന്നെ വേഗം അതുകൊണ്ട് പിന്നെ നബിദിനത്തിന് എന്താ പറയാ, കുറച്ച് നമ്മൾ ഡിലേ എന്നൊന്നുമില്ല. ഇപ്പൊ രാത്രി ഇത് കെട്ടിക്കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനാണ്. നമുക്ക് നാളത്തേക്കുള്ള അല്ലേ, നാളെ കൊടുക്കാനുള്ള 4 മണിക്ക് എണീക്കണം. നാളെ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ചിട്ട് എല്ലാരും ഓരോ. അപ്പൊ ഉമ്മ, ഇക്ക, ഉപ്പ, ഞാന് എല്ലാവരും 4 മണിക്ക് എണീച്ചിട്ട് അതിൻ്റെതായ നാളത്തെ ഫുഡ് കൊടുക്കുന്ന എന്താണ് കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നത് നമ്മള്? ഫുഡ് നാളെ നമ്മള് അതിൻ്റെതായ ഒരു വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓംപ്ലേറ്റ് സാൻഡ്വിച്ച് ആണ്. അപ്പൊ അത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. കാരണം കുറെ വർഷം നമ്മള് സ്വീകരണം കൊടുത്തു തുടങ്ങിയിട്ട് മുതൽ നമ്മളാണ് എന്ത് പ്ലാൻ ചെയ്യണമെങ്കിലും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാതെ നമ്മളാണ് എല്ലാവരും ചേർന്നിട്ട് എന്തുണ്ടെങ്കിലും ഉണ്ടാക്കല്. അങ്ങനെയാണ് സ്വീകരണം കൊടുക്കല്. പ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് ആദ്യം തീരുമാനിച്ചത് ഇങ്ങനെ ഐസ്ക്രീമില് എല്ലാവിധ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ച് അങ്ങനെ കൊടുക്കാന്നായിരുന്നു, ടീസ്പൂണൊക്കെ വെച്ചിട്ട്. പിന്നെ ഒരു ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് 4 മണിക്കടിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇത് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഉമ്മയെ പറഞ്ഞത് അല്ലേ മാ? ബഹുമാനപ്പെട്ട ഉമ്മ പറഞ്ഞു നല്ല ഇഷ്ടായി. എന്താ മുട്ട ആംപ്ലേറ്റ് പോലെ ഉണ്ടാക്കി അതിന് ഉള്ളിയൊക്കെ ഇടുന്നുണ്ട് അല്ലേ. സബോള, തക്കാളി, മറ്റേത് മേടിച്ചില്ല, ലെറ്റൂസ് മേടിക്കണല്ലേ. ലെറ്റൂസ്, കസ് അല്ല അല്ലേ, അത് ബർഗറിലെ വരുള്ളൂ അല്ലേ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല, കാരണം കൂടുതൽ ഇവിടെ കിട്ടുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. നമ്മള് വിട്ടുപോയി ലെറ്റൂസ് അല്ലേ. അത് ഓർമ്മയില് വന്നില്ല. കസ് അവിടെ കസ് എന്ന് പറയും, അല്ല ഇംഗ്ലീഷിൽ ലെറ്റൂസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ലെറ്റൂസ്. കസ് നമ്മള് പറയുന്നത്, നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് പറയുന്ന കസ്. അത് അടിപൊളിയായിട്ടാ. ഈ ബർഗറിന്റെ ഉള്ളിലൊക്കെ വയ്ക്കുന്ന ഒരു ഇല പോലത്തെ സംഭവം കുത്തനെ പോലെ അരിഞ്ഞിട്ട് മേലേക്ക് ഇട്ട് കൊടുക്കാണ്. കാട്ടുണ്ടാവില്ല അല്ലേ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. അപ്പൊ തൽക്കാലം അത് ഉണ്ട് എന്ന് വെച്ചിട്ട് കഴിക്കാന്ന്. ഇത് കണ്ട ഈ സംഭവം ഇതേപോലെ വരുംട്ടാ. ഇങ്ങനെയാണ് വരട്ടാ. അരങ്ങ് വാങ്ങിക്കാൻ പോയപ്പോഴേ ഇത് കണ്ടു. അപ്പൊ ഇത് വാങ്ങിച്ചു. അതിന്റെ ഫ്രണ്ടിലേക്ക് അപ്പൊ അരങ്ങളൊക്കെ അതാ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പ. അതുപോലെ തന്നെ ബലൂൺ മേടിച്ചിട്ടുണ്ട്. അത് ഉമ്മാക്ക് തട്ടി കളിക്കാൻ ബലൂൺ മേടിച്ചിട്ടുണ്ട് കേട്ടാ. അത് ചെയ്യിക്കുന്നത് ഉമ്മ നല്ല അടിപൊളി ബിരിയാണി പഠിച്ചു നിൽക്കുക. അതും പാലക്കാട് സ്പെഷ്യൽ ബിരിയാണി ഒക്കെ അല്ലേ. കല്യാണം കൂടിയിട്ട് മട്ടൻ ബിരിയാണിയാ. ഈ മട്ടൻ ബിരിയാണി ഗായ്സ്, അത് മട്ടൻ ബിരിയാണി, പാലക്കാട് മട്ടൻ ബിരിയാണി തകർത്തു ഗായ്സ്. മക്കളെ ആലോചിച്ചിട്ട് തിന്നിട്ട് ഇറങ്ങിയില്ല. ആണപ്പാ? ആണോ? അങ്ങനെ മക്കളെ ആലോചിച്ചിട്ട് പഠിച്ചില്ലാന്നല്ലേ. കുറേശ്ശെ കഴിച്ചുള്ളൂന്നല്ലേ. മക്കള് ദോശ കഴിക്കണ്ടാവും പഠിച്ചാലേ.
നമ്മളിതല്ലേ അടുത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ മക്കൾക്ക് കൊണ്ടുവരും. ഉം. കുടുംബത്തെ കല്യാണം ആയതുകൊണ്ട് പുറമെന്നാവുമ്പൊന്നും ഇല്ല. അതെ, അതെ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കലാപരിപാടിയിൽ കുറച്ച് കെട്ടട്ടെ, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അല്ലേ കുറച്ച് വിശേഷങ്ങൾ കാണാം അല്ലേ. വീഡിയോ വരുംട്ടാ. രാവിലെ 5 മണിക്ക് എണീക്കണം. നമ്മൾ എന്തിവിടെ ചെയ്യണതും A to Z വീഡിയോ ആയിട്ട് വരും. വരും. അപ്പൊ ഇൻഷാല്ലാ ഇത് സംഭവം എന്താ വെച്ചാലില്ലേ, ഇതൊരു ഓർമ്മയാണ്. അതെ. കാരണം ഇപ്പൊ ഷെയ്സാമോള്, ആദമോന്, പാത്തു, ഇവർക്ക് എല്ലാവർക്കും വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊക്കെ ഒരു ഓർമ്മ കൂടിയാണ് ഈ വീഡിയോസ് ഒക്കെ. അവർക്ക് കാണുമ്പോ അടുത്ത വർഷം ഉമ്മാന്റെ ഡയലോഗ്, അടുത്ത വർഷം പൊന്നു മക്കളൊക്കെ ഉണ്ടാവും. പ്രാവശ്യം മക്കളൊക്കെ ഇല്ല. കണ്ടു വന്നപ്പോ ഭയങ്കര വിഷമമായി. അതാണ് ഒരുപാട് ടെൻഷൻ എനിക്ക്. പക്ഷെ നബിദിനില്ല, 2 ദിവസം മുമ്പ് തന്നെ വന്നിട്ടുണ്ടാവും. മക്കളൊക്കെ കിടന്നിട്ട് എന്താ പറയാ, അയ്യോ എന്റെ കുട്ടി കാണിച്ചത് കാണുമ്പോ കുട്ടി പിടിച്ചിട്ട് കഴുത്തിന് വിടണില്ലാന്ന്. ഞാൻ ചിത്തു ഒന്നങ്ങോട്ട് കൊണ്ടുപോകാന് കൊണ്ടുപോകുമ്പോഴേ ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ അവര് മറപ്പിക്കണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഉമ്മ ഉമ്മ എന്ത് കരച്ചിലാണ് ഇത്ര. ചെരുപ്പെടുത്തിട്ട് ഹെൽമെറ്റ് എടുത്ത് വെക്ക്, പോവാന്ന് പറഞ്ഞിട്ട് എനിക്കതേ അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് കൊണ്ടുവരാ. അത് ദൂരല്ലേ. എന്തായാലും ഇപ്പൊ സിത്ത് വരാനായിട്ടുണ്ട്. ഏകദേശം ഒരു അടുത്ത മാസം ഫസ്റ്റോട് കൂടിയിട്ട് സിത്ത് വരും, സാലിയും വരും. പോയി ചെന്നതും ചെറുമ ഇങ്ങനെ കറി എടുക്കുമ്പോ ഞാനെടുക്കുമ്പോ ഉപ്പാനെ നോക്കുക, ഉപ്പ എടുക്കുമ്പോ എന്നെ നോക്കുക, ഇതാരാ പറഞ്ഞിട്ട്. പക്ഷെ നാളെ വണ്ടിയിൽ കയറി വരുമ്പോ ഇങ്ങനെ നോക്കണു കുട്ടി. കുറച്ചുകൂടി കഴിഞ്ഞാല് ഒന്നുകൂടി പ്രായങ്ങളൊക്കെ ആവുന്നതോറും അതിൻ്റെതായ എന്താ പറയാ തിരിച്ചറിവും കാര്യമൊക്കെ വരുമല്ലോ. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ അപ്പൊ നമുക്കിപ്പോ ഇൻഷാല്ലാ നബിദിന പരിപാടിയിലുള്ള തലേ ദിവസ പരിപാടി കുറച്ച് ഒരുക്കങ്ങൾ പിടിക്കാനൊക്കെയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നബിദിനത്തിന്റെ ഉള്ള അന്നത്തെ ഉള്ള നമ്മുടെ പള്ളിയത്തെയും നമ്മുടെ എരവത്തൂര് മഹല്ലിലുള്ള നമ്മുടെ നബിദിന ആശംസകളും നബിദിന റാലികളിലൊക്കെ പങ്കെടുത്ത് എല്ലാവിധ ഒരു ചെറിയ നമ്മളെ ആഘോഷങ്ങളും കാര്യമൊക്കെ അല്ലെ, നമ്മുടെ നിബിധങ്ങളുടെ അതെല്ലാം കഴിഞ്ഞ് റാലിയെല്ലാം കഴിഞ്ഞ് പിന്നെ മൗലിദെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ വരണം. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഓർമ്മകൾ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. നമ്മള് മഴ പെയ്ത് കഴിഞ്ഞാല് സീനാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാല് വൻ സീനാണ്. നാളത്തെ ഒരു ദിവസം മഴ പെയ്യാണ്ട് കഴിഞ്ഞാല് മഴ വെയിലും വേണ്ട എന്നാ ഇച്ചിരി മഴയും വേണ്ട എന്ന രീതിയിൽ നോർമല് ക്ലൈമറ്റ് ആണെങ്കിൽ സെറ്റാണ് കേട്ടാ. അപ്പോ അതുപോലെ ആവട്ടെ, എന്തായാലും നോക്കാം നാളെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഏതുമാ ഇത് പീസ്, ഇത് കുഞ്ഞിനാരിയുടെ സാധനം ഇങ്ങനെ തന്നെയാ, ഇങ്ങനെ തന്നെ അല്ലേ. അതെ, ഇത് നമ്മുടെ സാൻഡ്വിച്ചിൽ വെക്കാൻ വേണ്ടിട്ട് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കട്ടാ. അതിന്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. അത് നമ്മള് എന്താ സുർക്കയിലിട്ട് വെക്കും. പിടിച്ചോ. ഇത് നമ്മളെ സുർക്കയിലിട്ട് വെച്ചിട്ട് അതിനെ നല്ല എന്താ പറയാ, അങ്ങനെ ഉപ്പ് രസത്തില് പോലെ ആക്കി എടുക്കും. കാരണം നാളെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് അതില് വെക്കാൻ വേണ്ടി ഒന്ന് ഒതുങ്ങി തളർന്ന പോലെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് വെച്ചിട്ട് സവാള മീനൊക്കെ വെച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഏവർക്കും ഇത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പുറത്തന്നെ ഇല്ല ഇതിന് ആശംസകൾ. അപ്പൊ ഇതൊരു ലൈന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊരു ലൈൻ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങള്. ഇപ്പൊ ലാസ്റ്റ് സമയത്ത് അരങ്ങ് കിട്ടിയ കാരനെ തകർപ്പൻ രീതിയില് അരങ്ങ് ഇതാക്കുകയാണ്. അതെന്താ പ്ലാൻ എന്ന് വെച്ചാല്, ഇപ്പൊ എന്താ നിങ്ങൾ തൂങ്ങി കിടക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇതാ അവിടുന്ന് ആ മരത്തിന്ന് അങ്ങോട്ടേക്ക് ഒരു കയറ് പോവും. അല്ല, കയറല്ലേ ഫസ്റ്റ് കെട്ടണ്ട്. കിട്ടിയാ? പിന്നെ നമ്മള് വിചാരിച്ച എന്താ അറിയോ, ഈ ഒരു പാക്കറ്റില് ഒരെണ്ണം ഉണ്ടാവുന്നതാണല്ലേ. ഈ ഒരു പാക്കറ്റില് നമ്മള് ഇങ്ങനത്തെ ഒരു പാക്കറ്റാ വാങ്ങിയ 35 രൂപ. അതിൽ ഒരെണ്ണം ഉണ്ടാവുന്ന വിചാരിച്ചേ, പക്ഷെ 2 ഉണ്ട് അല്ലേ. 2 ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പാക്കറ്റ് 2 ആവുമ്പോ അത്യാവശ്യമായില്ലേ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ കെട്ടാം. പിന്നെ 10 മീറ്റർ എന്ന് പറഞ്ഞേ. അപ്പൊ 2 ആവുമ്പോ 20 മീറ്റർ ആയി. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയില് നമ്മള് 6 വാങ്ങി. അപ്പൊ പിന്നെ ഇടയിലൊക്കെ ബലൂണൊക്കെ വെച്ച് കൊടുക്കട്ടെ. അപ്പൊ സ്വീകരണത്തിന് വരുമ്പോ എന്താ പറയാ, ഈ അലങ്കാരമൊക്കെ വേണം സത്യത്തില്. അതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ അങ്ങനെ
നമ്മുടെ ഈ കുന്നത്ത് എന്ന് പറയുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ അല്ലേ? കുന്നത്ത് സത്യം പറഞ്ഞാൽ മുൻപ് നമ്മൾ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് സ്വീകരണം ഉണ്ടായിരുന്നില്ല സത്യത്തില്. പണ്ട് കുന്നത്ത് നമ്മുടെ കുന്നത്ത് ഇത് ഭാഗം കുന്നാണ്. അപ്പൊ കുന്നത്ത് എന്ന് പറയേ. അപ്പൊ പള്ളിയുടെ അവിടുന്ന് ഇതിയനെ സാധാരണ പോയിരുന്നില്ല പണ്ട് തന്നെ. പണ്ട് ഇതിയനെ പോവാണ്ട് പള്ളിയുടെ അവിടുന്ന് അങ്ങനെ ഒരു വഴിയുണ്ട് ആ സൈഡിൽ കൂടെ അതിയനെ പോയിരുന്നത്. പിന്നീടാണ് ഇപ്പോ ഇതിയനെ സ്വീകരണമാക്കിയത്. അപ്പൊ നമുക്കൊക്കെ അപ്പൊ നമ്മള് പുറത്തല്ലേ, ദുബായിലായിരുന്നു. അപ്പൊ ഉമ്മയൊക്കെ പറഞ്ഞ പോലെ ഇതിനെ പോകുമ്പോ നമുക്ക് സ്വീകരണം കൊടുത്തുകൂടായിരുന്നു. അങ്ങനെയാണ് നമ്മള് സ്വീകരണം കൊടുത്തു തുടങ്ങിയത് കേട്ടാ. പിന്നെന്താ അല്ലേ, അങ്ങനെയാണ്. ആദ്യമൊന്നും നമ്മള് കൊടുത്തായിരുന്നില്ല. കൊടുത്തിരുന്നില്ല. നമുക്ക് എന്താ പറയാ, നമ്മള് അവര് തന്ന മിഠായി വാങ്ങിയിട്ട് നമ്മള് കഴിച്ചിട്ടുള്ള ഒരു മിഠായി കൊടുക്കാൻ പോയി നമുക്ക് ആകെ ഉണ്ടായിട്ടില്ല. അന്ന് നമ്മള് കോഴിമുട്ട കോഴി ഉണ്ടായത് ഉമ്മ കോഴിമുട്ടകൾ കൊടുക്കുമായിരുന്നു. പിന്നെ മിഠായി പാക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സ്വീകരണമൊക്കെ ആയത്. ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ഇതിലും നല്ലതുപോലെ വരുന്ന മക്കൾക്ക് നല്ലതുപോലെ കൊടുക്കാൻ പഠിച്ചവന് ആയുസും എന്താ പറയാ ആഫിയത്തും ദീർഘായുസും ഒക്കെ തരട്ടെ അല്ലേ മാ? എങ്ങനെ കൊടുത്താലും പോരാ, ഇതിലും വെച്ച് കൊടുക്കാനും അള്ളാഹു നമ്മൾ അമീൻ അമീൻ. അപ്പൊ വിശേഷങ്ങളൊക്കെ കാണാട്ടാ. ഇന്ന് പാവർട്ടി പോയപ്പോ ഒരിക്കൽ നിന്നെ ഇങ്ങനെ നോക്കിട്ട് നല്ല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ എല്ലാം കാണാനൊന്നും അങ്ങനെ വഴിയില്ല, ഞങ്ങളുടെ വീട് ഇവിടെയാണ്, പറപ്പൂര് എലവത്തൂര് ഭാഗത്താന്ന് പറഞ്ഞു. ആണോ? ഓ ശരി ശരി കണ്ടുപോയി. പിന്നെ ഞാനും ഇവരും ബൈക്കിൽ പോകുമ്പോ ഇങ്ങനെ നോക്കണ്ട് പച്ചക്കറിത്ത ഒരിക്കേ ഞാൻ പൈനാപ്പിൾ പോയി ചോദിച്ചപ്പോഴേ പാങ്ങല് നിന്നെ നല്ല പരിചയം. അപ്പൊ ഞാൻ അങ്ങനെ പരിചയമൊക്കെ വഴിയില്ല. എന്തിനാ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഉമ്മാന്റെ ഫാൻസ് വരെ പള്ളിക്ക് ആനമാര് പള്ളിക്ക് വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണേ. അപ്പൊ എല്ലാം നന്നായി നോക്കിട്ട് പറയും, നിങ്ങള് തമിഴ്നാടാണ്, നിങ്ങള് പള്ളത്തെ തമിഴ്നാട് അവര് കല്യാണം പള്ളിക്ക് വന്നാണ്, പള്ളി വെച്ച് കണ്ടാണ്. അപ്പൊ നിങ്ങള് പള്ളത്തെ അല്ലേന്ന് ചോദിച്ചു, ഫാമിലി അല്ലേ ചോദിച്ചു. എന്താണ് യൂട്യൂബിന്റെ പേര് പള്ളത്തെ ഫാമിലി. കണ്ടു പരിചയമുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേ. മരുമക്കളൊക്കെ പ്രസവിച്ച് കൊണ്ടുപോയിട്ടില്ല, പ്രസവിച്ച് കിടക്കാണ്. മരുമക്കളോടൊക്കെ ചോദിക്കണം, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണ വീട്ടിൽ വെച്ചിട്ട് കൊറേ ആൾക്കാര് ജാതി ചമ്മല് പോലെയൊക്കെ എനിക്ക് തോന്നി. ഉമ്മാക്ക് അവസാനം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുമ്പോ ഉമ്മാക്ക് തന്നെ ചമ്മല് പോലെ തോന്നിയത്. അപ്പൊ അതുണ്ടാവും, പുറത്തൊക്കെ വെച്ച് നമുക്ക് പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും അരങ്ങൊക്കെ കെട്ടട്ടെ, നമുക്കിതിന്റെ ലാസ്റ്റ് ഭാഗം കാണാട്ടാ. അടുത്ത ബലൂൺ വീർപ്പിക്കലാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടാ. ഫുള്ള് അരങ്ങെല്ലാം ഫുള്ള് സെറ്റാക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുക. ബലൂൺ വീർപ്പിക്കൽ, ബലൂൺ പൊട്ടിക്കൽ മത്സരം അല്ലേ? അത് കൂടി പോയി കൂടിയാ അല്ലേ? കെട്ടിയിട്ട് ഞാനിത് കെട്ടും. ഇക്ക അവിടെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ കെട്ടി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ അല്ലേ? ഇതെവിടെ ഇട്ടാനാ? അങ്ങനെ ഇട്ടാന്നല്ലേ? അതന്നെ. ഇല്ലെങ്കിൽ നമുക്ക് അരങ്ങിന്റെ ഇടയിൽ കെട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ഒറ്റ ആ കയറിൽ കെട്ടേണ്ടി വരും അല്ലേ? ആ തുമ്പത്തെ ഫ്രണ്ടിലത്തെ കയറില് അല്ലേ? എന്തായാലും അലങ്കരിച്ച് നമുക്ക് വീടിന്റെ മൊത്തം അലങ്കരിക്കാം ഗൈസ്. ഓക്കെ, ഇനി അതും കൂടി നോക്കാണ്ട് ലാസ്റ്റ് മൊത്തത്തിലുള്ള നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഫൈനൽ ലുക്കിലോട്ട് നമ്മൾ ഫുള്ള് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ് കേട്ടാ. അപ്പോ എല്ലാം സെറ്റപ്പ് കാണിച്ചു തരാം. എന്താ ഫസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. എന്താ അല്ലേ, ബലൂണൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, അരങ്ങൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആ നബിദിനാശംസകൾ മാത്രം വെക്കാനുള്ളൂ. അതിപ്പോൾ എന്താ പ്ലാനിങ് വെച്ചാൽ നമുക്ക് രാത്രി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ സീനാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാലത്ത് വയ്ക്കാം ഗൈസ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ വ്യൂ, അരങ്ങെല്ലാം കെട്ടി സുന്ദര സെറ്റപ്പ് ആയിട്ടുണ്ട്.
മാഷാ അല്ലാ സൂപ്പർ ഉണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ തന്നെയാണ് പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത്. ഇപ്പം എന്താ ഉപ്പയും ബാക്കി എന്തൊക്കെ അലങ്കാര പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് വേറെ ഭാഗത്ത് കേട്ടാ 3 കളറ്. അത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ ഗേറ്റിൽ മറ്റേ നബിദിനാശംസകൾ വെക്കുമ്പോൾ കാലത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പരിപാടി കഴിഞ്ഞു. തലേദിവസത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. മാലബൾബും അരങ്ങും നമ്മൾ ഇത്തിരി മുന്നേ ചെയ്യേണ്ടതാണ്. കുറച്ച് കല്യാണ പരിപാടികൾ തിരക്കായതുകൊണ്ട് ലേറ്റ് ആയി പോയി. ബലൂണും ഒക്കെ ആയിട്ട് ഇതാണ് ഇതിന്റെ എന്താ പറയാ ലാസ്റ്റത്തെ എൻഡിങ് പരിപാടി. അതെ. അപ്പൊ നാളെ നിബിധനത്തിന്റെ ഉള്ള ഒരു വിശേഷങ്ങൾ നമുക്ക് കാണാം അല്ലേ? ഫുൾ നാളെ 8 മണിക്ക് 7:45 8 മണിക്ക് പതാക ഉയർത്തും. പിന്നെ അവിടുന്ന് റാലി തുടങ്ങും. കുട്ടികളുടെ ദഫ്മുട്ടും. നമ്മുടെ ഈ മഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 61 62 വീടുകളുള്ള ഒരു കുഞ്ഞു മഹല്ലാണ്. അപ്പോ ദഫ് കളിക്കുന്ന കുട്ടികളായാലും റാലി ആയാലും എല്ലാം ഒന്നിനൊന്നിനെ കുറവായിരിക്കും. എന്നാലും എല്ലാം കൊണ്ടും റാഹത്താണ്. എല്ലാവരുടെ സ്വീകരണമായാലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോ നാളെ ആ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. കാണണം. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ എല്ലാവർക്കും നബിദിനാശംസകൾ. അപ്പൊ നാളെ നബിദിനാണ്. അഡ്വാൻസ് നബിദിന ആശംസകൾ. അതെ ഓക്കെ. അപ്പൊ അപ്പൊ എനിക്കും പറയാനൊന്നുമില്ല, പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞോണ്ട് അതിന്റെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നില്ലേ? എല്ലാവർക്കും നബിദിന ആശംസകൾ ആയിരുന്നു. പിന്നെ നാളത്തെ വീഡിയോ എടുക്കില്ലേ, റാലി പോണതും ഇവിടത്തെ ഫുഡ് കൊടുക്കുന്നതൊക്കെ നാളത്തെ ഇതിലുണ്ടാവും. അതെ. അപ്പൊ നാളത്തെ നമുക്ക് വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോസിൽ വരും. ഇത് നബിദിന തലേദിവസത്തെ വിശേഷങ്ങൾ അല്ലേ? അലങ്കാര വിശേഷങ്ങൾ എല്ലാവരും കണ്ട് നബിദിന പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയാൻ കമന്റ് ചെയ്യുക. അതെ. ഇതുപോലെ എല്ലാവരും ഇതുപോലെ നബിദിന തലേദിവസമൊക്കെ ഒരുപാട് ഇതുപോലെ തന്നെ ആയിരിക്കും. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റും ഡെക്കറേഷനുകളും ഫുള്ള് എല്ലാവരും ഇതിനെ ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീട്ടില് നമ്മൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ കാര്യമൊക്കെ ചെയ്യാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അല്ലേ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതെ അല്ലപ്പാ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നാളത്തെ നമ്മുടെ മെയിൻ ഒരു പ്രിപ്പറേഷൻ വെച്ചാൽ നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബ്രെഡ് നമ്മളിവിടെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാവിധ സാധനങ്ങളും. അതുപോലെ തന്നെ മുട്ടയും മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, പിന്നെ വേണ്ടിയുള്ള ഇതൊക്കെ പൊതിയാനുള്ള പേപ്പറുകളും കാര്യമൊക്കെയാണ്. എല്ലാവിധ സാധനങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ നാളെ ഉണ്ടാക്കുന്നത് വെച്ചാൽ സാൻഡ്വിച്ചാണ്. മുട്ട സാൻഡ്വിച്ച്, ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന മുട്ട സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുലർച്ചെ എണീക്കണം. 4 മണിക്ക് എണീച്ചിട്ട് എല്ലാവരും ഇപ്പം ഞാൻ ഇക്ക ഉമ്മ എല്ലാവരും എണീച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ട്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഇത് വേറെ തന്നെയല്ലേ? ഒരു പുണ്യം കിട്ടുന്ന ഒരു വേറെ തന്നെ ഒരു ഇതല്ലേ? അപ്പം അതുകൊണ്ട് കടകളിൽ നിന്നൊന്നും അങ്ങനെ മേടിച്ച് പിടിച്ചിട്ടില്ല. നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്നാണ് ഇക്കയും ഉമ്മയും പറയണത്. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ പരിപാടിയൊക്കെ ആകട്ടെ. ഉമ്മയുടെ ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ ജ്യൂസ് അടിക്കലും പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസിന് വേണ്ട പൈനാപ്പിളും കാര്യമൊക്കെ അതാ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണ്ടല്ലോ. ഇപ്പോഴേക്കുള്ള സ്പെഷ്യൽ എന്തുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഉമ്മയുടെ വിശേഷങ്ങളും കൂടി അറിയാം. ഇനിയിപ്പോൾ നാളെ പുലർച്ചെ എണീക്കണം. അതാണ് ഒരു ടാസ്ക്. വേറെ ടാസ്ക് ഒന്നുമില്ല. പുലർച്ചെ എണീക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ അപ്പോൾ നാളെ നബിദിന പരിപാടിയൊക്കെ ആയിട്ട് തലേദിവസം ഇതെന്ത് ദോശ ഉണ്ടാക്കാമോ? ദോശ. ഓക്കെ. ചമ്മന്തിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അമ്മ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അമ്മ അപ്പൊ എല്ലാവർക്കും നബിദിനാശംസകൾ അഡ്വാൻസിൽ പറഞ്ഞോ. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് നാളത്തെ വീഡിയോസ് നബിദിനത്തിന്റെ വീഡിയോസ് നമ്മൾ മസ്റ്റായിട്ട് എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയാ, പിന്നീട് കാണുമ്പോഴൊക്കെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മളോ നമ്മുടെ മക്കളോ
ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ, ഒരു ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ എല്ലാ വർഷവും നല്ല രീതിയിൽ ടോപ്പിക്ക് ആഫിയത്തിട്ട് തരട്ടെ. ഇതുപോലെ കൊടുക്കാനും അല്ലാഹു തരട്ടെ. അതെ എല്ലാവർക്കും അല്ലാഹു വയസ്സും ആഫിയത്തും റബ്ബ് തരട്ടെ. ഞങ്ങൾക്കും നിങ്ങൾക്കും. അതെ അതെ. അപ്പോൾ ഇൻഷാ അള്ളാ അപ്പോൾ ഇതുപോലെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. നമ്മൾ ഇതുവരെ സ്നേഹിച്ച് ഇതുവരെ നമ്മൾ ഈ നിലയ്ക്ക് സ്നേഹിച്ച് കൊടുന്ന് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ ഫാമിലീസ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. അതേപോലെ തന്നെ ഇനി വരുന്ന പുതിയ പുതിയ ഫാമിലീസ് ഒക്കെ ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോസ്, നമ്മുടെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാട്ടാ. അപ്പൊ അമ്മ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യാട്ടാ. ഓക്കെ, അപ്പൊ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.